തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ച കേസ് രാജ്യത്തെ തന്നെ അപൂർവം സംഭവങ്ങളിൽ ഒന്നായിരുന്നു. കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന കൂടുതൽ CPIM DYFI പ്രവർത്തകർക്ക് ഇന്ന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. CPM നേതാവ് IP ബിനു അടക്കം 6 പേർക്ക് കൂടിയാണ് കേരള ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 68 ദിവസങ്ങളിലായി ഇവർ ജയിലിലാണെന്ന വസ്തുതയും കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയെന്നതും കണക്കിലെടുത്താണ് നടപടിയെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. IP ബിനുവിന് പുറമെ രേവന്ത്, ഉണ്ണികൃഷ്ണൻ, ദിനകർ, ദിലീപ് നായർ, ഉണ്ണി DS എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം ഷെഹിൻ, നിതിൻ രാജ് എന്നിവർക്കും കോടതി ജാമ്യം നൽകിയിരുന്നു. സർക്കാരിന്റെയും EDയുടെയും കടുത്ത എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത്. ഇതോടെ കേസിൽ ജാമ്യം ലഭിച്ച പ്രതികളുടെ എണ്ണം 21 ഉയർന്നു. എന്നാൽ കേസിലെ അന്വേഷണം മറ്റൊരു നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ അന്വേഷണം ബിനീഷ് കോടിയേരിയിലേക്കും നീളുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ബിനീഷ് കോടിയേരിയുടെ ഫോൺ വിളി വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അക്രമ ദിവസത്തെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചത്. പ്രതികളായ 25 പേരുമായി ബിനീഷ് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടന്ന ദിവസം ED ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ 25 പ്രതികളാണുള്ളത്. ആക്രമണത്തിൽ ഇവരുടെ പങ്കും തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതിന്റെ ഭാഗമായാണ് ബിനീഷ് കോടിയേരിയിലേക്കും അന്വേഷണം നീളുന്നത്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട ദിവസം ബിനീഷ് കോടിയേരിയുടെ ഫോണിൽ നിന്ന് 25 പ്രതികളുമായി ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിലെത്തിയ ദിവസം ഈ വിവരം അറിഞ്ഞ് ബിനീഷ് കോടിയേരി സംഭവ സ്ഥലത്ത് എത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. റെയ്ഡ് നടന്ന സമയം അത്രയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല. പ്രകോപിതരായ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനും മറ്റും ബിനീഷ് ഇടപെടുന്നതും അന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളിലും മറ്റും വ്യക്തമായിട്ടുള്ളതുമാണ്. വലിയ അക്രമത്തിലേക്ക് പോകാതെ പ്രവർത്തകരെ കൈകാര്യം ചെയ്തതിന് അന്ന് ബിനീഷിന് വലിയ പ്രശംസകളും കിട്ടിയതാണ്. എന്നാൽ ഗൂഢാലോചനയിൽ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത്. അതോടെയാണ് അന്വേഷണത്തിന്റെ രീതികളും മാറുന്നത്. അതിനാലാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കുന്നത്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും. പ്രതികളായ 25 പേരുമായി ബിനീഷ് അന്നേ ദിവസം ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. അക്രമത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത പല ഉന്നത നേതാക്കൾക്കും ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ഇവർ മാറി നിന്ന് എല്ലാം നിയന്ത്രിച്ചിരുന്നോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കും. കേസിൽ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ ഉന്നത നേതാക്കളുടെയും മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. എങ്കിൽ പോലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബിനീഷിനെതിരെ ഗൂഢാലോചന നടത്തി എന്നതിന് ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല. ബിനീഷിനെ മാത്രമല്ല, സംഭവ സമയത്ത് വസതിക്ക് മുന്നിലും പരിസരത്തും ഉണ്ടായിരുന്ന മുഴുവൻ ഉയർന്ന CPM നേതാക്കളെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി നേതാക്കൾക്ക് പോലീസിന്റെ നോട്ടീസ് അയച്ചു തുടങ്ങി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, V ജോയ് അടക്കമുള്ള നേതാക്കളെയാണ് ചോദ്യം ചെയ്യുന്നത്. മെയ് 27 തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ ED സംഘം നടത്തിയ 8 മണിക്കൂർ നീണ്ട മിന്നൽ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു ആക്രമണം നടന്നത്. അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിലുള്ള മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു പരിശോധന. പോലീസിന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കി പരിശോധന കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ വളഞ്ഞ CPIM, DYFI, SFI പ്രവർത്തകർ കല്ലുകൾ, ഇഷ്ടികകൾ, മരക്കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ച് വാഹനങ്ങൾ തല്ലി തകർക്കുകയായിരുന്നു. പോലീസിന് മൊത്തമായി നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം ദേശീയ തലത്തിൽ വലിയ വാർത്തയായി. മെയ് 27 കേസിൽ ആകെ 25 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സെഷൻസ് കോടതി 2 തവണ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അക്രമം പെട്ടെന്നുണ്ടായതല്ലെന്നും കൃത്യമായ പ്ലാനിങ്ങിന് ശേഷം നടത്തിയതാണെന്നുമാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്.
എന്തായാലും കേസിൽ കൂടുതൽ പാർട്ടി ഉന്നതർ കുടുങ്ങുമോ അതോ തെളിവുകളില്ലാതെ തള്ളിപ്പോകുന്ന കേസുകളിൽ ഒന്നായി ഇത് മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്.